അതുകൊണ്ട് തിരിച്ചു വന്നാൽ സ്വീകരിക്കും കോൺഗ്രസ്. സാങ്കല്പിക ചോദ്യത്തിനോട് ഞാൻ മറുപടി പറയുന്നത്. അതൊന്നും ഇപ്പൊ ചെയ്തു. പാർലമെന്ററി രംഗത്തേക്ക് വരികയാണല്ലോ. പാർലമെന്റിൽ ഏറ്റവും ശക്തിയായിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ തന്നെ ഏറ്റവും ശക്തമായി മുന്നിലോട്ട് നിൽക്കുന്ന നിര ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. വലിയ ഉജ്ജ്വലമായ ഒരു ശക്തിയും പിന്തുണയായിരിക്കും പ്രിയങ്കാജി പാർലമെന്റിൽ എത്തുന്നത്. വലിയ നേട്ടമായിരിക്കും. അത് കേരളത്തിലും നേട്ടമാവുമെന്നാണ് എന്റെ വിശ്വാസം. കേരളത്തെ ഉപേക്ഷിച്ച് രാഹുൽ ഗാന്ധി പോയി എന്നാണ് CPM-ന്റെ പ്രചാരണം. അപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും രാഹുൽ ഗാന്ധിയുടെ? അത് രാഹുൽ ഗാന്ധി പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസംഗത്തിലൂടെയല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് എത്രമാത്രം അദ്ദേഹം നെഞ്ചിലേറ്റുന്നുണ്ട് ആ മണ്ഡലത്തിൽ നിന്നുള്ളത്. ഇപ്പം പ്രിയങ്ക ഗാന്ധി അവിടെ ഉണ്ട്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഒളിച്ചോടിയതല്ല. അവിടെ മാത്രമല്ല, ഈ പ്രചരണങ്ങളെല്ലാം ജനങ്ങളെങ്ങ് തള്ളിക്കളഞ്ഞില്ലേ. ഈ പ്രചരണം നടത്തിയവരുടെ വോട്ടെത്രയാണിപ്പം? അവർ ചിന്തിക്കേണ്ടത്. അവരവിടെയും വിട്ടിട്ടില്ലല്ലോ. അവർ രാഹുൽ ഗാന്ധിനെയും വിട്ടിട്ടില്ലായിരുന്നു, പ്രിയങ്ക ഗാന്ധിനെയും വിട്ടിട്ടില്ലായിരുന്നു. എത്ര മലീമസമായ ക്യാമ്പയിനായിരുന്നു. മുഖ്യമന്ത്രി നടത്തിയ ക്യാമ്പയിൻ എന്തായിരുന്നു അവിടെയും? അപ്പോൾ അതുകൊണ്ട് അതൊന്നും ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഈ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭസൂചകമായിട്ടുള്ള ഒരു സന്ദേശങ്ങളാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ വരുന്നത്. അത് UDF-നും കോൺഗ്രസിനും മാത്രമല്ല, കേരളത്തിന്റെ മതേതര മനസ്സിനും ജനങ്ങൾക്കും ഒട്ടാകെ ഗുണകരമായ കാര്യം. കാരണം കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അത്തരമൊരു ക്യാമ്പയിനാണ്, വിഷലിപ്തമായിട്ടുള്ള ക്യാമ്പയിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വെറും വർഗീയത മാത്രം വെക്കുകയാണ്. അത് സത്യമല്ല, വെറും പച്ചക്കള്ളം, കാപട്യം. ഇത് വിൽക്കൊണ്ട് കേരളം ഞങ്ങൾ എടുക്കാൻ പോകുമെന്ന് പറഞ്ഞവർക്കുള്ള മുഖത്തുള്ള കനത്ത പ്രഹരമാണ് പാലക്കാട് ഇലക്ഷൻ റിസൾട്ട്. ഇപ്പോഴേ LDF കൺവീനർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പറഞ്ഞൊരു വാചകം, ചേലക്കരയിൽ ഇടതുമുന്നണിയെ തോൽപ്പിച്ചാൽ അത് ഭരണവിരുദ്ധ വികാരത്തിന് തെളിവാവുന്ന KSC പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ചല്ലേ സംഭവിച്ചതെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന് 10,000 വോട്ട് അങ്ങനെയാണ് LDF കൺവീനറുടെ വാദമെങ്കിൽ ആ 10,000 വോട്ട് ഉത്തരം ആരോ പറയുക? അവർക്ക് കുറഞ്ഞ 10,000 വോട്ടിന്റെ 2021 കുറഞ്ഞ വോട്ടിന്റെ 10,000 വോട്ടിന്റെ ഉത്തരം ആരോ പറയുക? അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അവരിനി ഉൾക്കൊള്ളുന്നെങ്കിൽ അവർ ഉൾക്കൊണ്ടാൽ മതി. എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഭരണവിരുദ്ധ വികാരമല്ല, ഭരണത്തെ പൂർണ്ണമായിട്ടും ജനങ്ങൾ നെഞ്ചിലേറ്റുന്നതാണ് ഈ റിസൾട്ട് എന്നാണ് അവർ പറയുന്നെങ്കിൽ അവരങ്ങനെ തന്നെ ധരിക്കട്ടെ. BS പറയുന്ന പോലെ അങ്ങനെ തന്നെ ധരിക്കട്ടെ. പിന്നെ മനസ്സിലായില്ലേ? അത് ആ ധാരണയായിട്ടവരങ്ങ് പോട്ടെ. പക്ഷേ ചുവരെഴുത്തുകൾ വായിക്കാൻ അറിയുന്നവരുണ്ടല്ലോ ആ പാർട്ടിയിലും, അവർ വായിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാലക്കാട്ടെ UDF വിജയം വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചിട്ടുള്ള അല്ല അതാണ് ഞാൻ പറഞ്ഞത്. ഏത് കണക്കനുസരിച്ചാണ് അവരത് പറയുന്നത്? അവിടെ ഏറ്റവും കൂടുതൽ മത്സരിച്ച പാർട്ടി BJP, പ്രസ്റ്റീജായിട്ട് എടുത്ത ഇലക്ഷൻ. അവരേറ്റവും കൂടുതൽ പ്രസ്റ്റീജായിട്ട് എടുത്ത ഇലക്ഷൻ BJP. അവർ നിയമത്തിന് ശേഷം രണ്ടാമത് ഞങ്ങൾ അക്കൗണ്ട് കൊടുക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഈ ഒരു റിസൾട്ട് വരിക എന്ന് പറഞ്ഞാൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 4,000-ലധികം വോട്ട്, 3,800-ഓളം വോട്ട്, 4,000 വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വാചകത്തിന് അത് തന്നെയാണല്ലോ മറുപടി. വെറും ഇല്ലാതിരിക്കുമ്പം ആഴക്കയത്തിൽ മുങ്ങിയാലും ഞാനിപ്പോഴും മുകളിലാന്ന് പറയുന്ന ഒരു അവസ്ഥയല്ലേ CPM കാണിക്കുന്നത്. അങ്ങേറ്റ ദോഷം.